ഡിസംബർ 31 ലോക അവസാനമല്ല, ഒരു വർഷ അവസാനം. 2024 ഡിസംബർ 31 ആ വർഷം അവസാനിക്കും. എനിക്കൊരാഗ്രഹം. 2024 ജാനുവരി മുതൽ ഡിസംബർ 31 വരെ എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു, എന്ത് നേട്ടമുണ്ടായി, കോട്ടമുണ്ടായി, അതുപോലെ ഞാൻ ജീവിക്കുന്ന ഈ സമൂഹത്തിലും. ഞാനൊരു ബീച്ചിൽ പോയി എൻ്റെ മനസ്സിലൊന്ന് കുറിച്ചെടുക്കാൻ തീരുമാനിച്ചു. തിരക്കില്ലാത്ത ഒരു ബീച്ച് എൻ്റെ പെട്ടെന്ന് ഓർമ്മയിൽ വന്നു. വൈപ്പിൻകരയിലുള്ള ഓച്ചന്തുരുത്ത് ബീച്ച്. എറണാകുളം ഹൈക്കോർട്ടിൽ വന്ന് 15 രൂപ നൽകി ഞാൻ പ്രൈവറ്റ് ബസ് കയറി. ലൈറ്റ് ഹൗസ് മുന്നിൽ ബസ് ഇറങ്ങി. അവിടെ നിന്ന് 2 മിനിറ്റ് നടപ്പ് ദൂരത്തിൽ ഇതാ വിശാലമായ ബീച്ചല്ല, ഒരു ചെറിയ ബീച്ചായി മാറി. എന്നാലും സൗകര്യമാണ്. നല്ല മണ്ണ്, ഒട്ടും അഴുക്കില്ലാത്ത പ്രദേശവും. ഞാൻ ബീച്ചിൻ്റെ മുന്നിലെത്തി. കടലിലോട്ടും നോക്കി നിന്നു. കുട്ടിക്കാലത്തെ ബീച്ചിൽ വന്നാൽ ബീച്ചിൻ്റെ മണലിലിരുന്ന് വീടുകളും കുഴികളൊക്കെ ഉണ്ടാക്കി കളിക്കുമായിരുന്നു. ഇപ്പോൾ മണ്ണ് വാരി കളിക്കുന്ന പ്രായമല്ലല്ലോ. ഇത്തിരി കൂടി വലുതായപ്പോൾ തിരകൾ വരുന്ന ആ മണലിനടുത്ത് പോയി പേരുകൾ എഴുതി വയ്ക്കും. തിരകൾ വന്ന് ആ പേരുകൾ മായ്ക്കുമ്പോൾ ഒരു സന്തോഷം ആയിരുന്നു. ഞാൻ അവിടെ ഇരിക്കാൻ പോയില്ല. നിന്നുകൊണ്ട് തന്നെ ഞാൻ 2024 എൻ്റെ മനസ്സിൽ ആലോചിക്കാൻ തുടങ്ങി. ഈ അടുത്ത കാലത്ത് മരിച്ച പ്രശസ്ത സാഹിത്യകാരനാണല്ലോ MT വാസുദേവൻ നായർ. അദ്ദേഹമാണ് ആദ്യം എൻ്റെ മനസ്സിലേക്ക് വന്നത്. നോവൽ സാഹിത്യത്തിനും തിരക്കഥാകൃത്തെന്ന നിലയിലും സിനിമയ്ക്കും ഒരു നഷ്ടം തന്നെയാണ്. എന്നിരുന്നാലും നമ്മളൊരു കാര്യം ഓർക്കണം. പത്മരാജൻ മരിച്ചു, ഭരതൻ മരിച്ചു, നീലലോഹിതദാസനും മരിച്ചു. എന്നിട്ടും സിനിമ ഇന്നും നിലനിൽക്കുന്നുണ്ട്. മലയാളം സാഹിത്യം എഴുത്തച്ഛൻ തുടങ്ങിയ കാലം തൊട്ട് ഇന്നും തുടർന്നു പോരുന്നു. മലയാളം സാഹിത്യത്തിലെ പ്രശസ്തരായ തകഴിയും മരിച്ചു, വൈക്കം മുഹമ്മദ് ബഷീറും SK പൊറ്റക്കാടും മരിച്ചു, ഖസാക്കിൻ്റെ ഇതിഹാസം എഴുതിയ വിജയനും മരിച്ചു. എന്നിട്ടും മലയാളം സാഹിത്യം തുടരുന്നു. എന്നാലും നമ്മളൊരു കാര്യം ഓർക്കണം. MT വാസുദേവൻ നായർ എഴുതിയ നോവലുകൾ, MT വാസുദേവൻ നായരുടെ സിനിമകൾ, അത് വേറെ സ്റ്റൈലാണ്. ആ സിനിമകൾ ഇനി ഉണ്ടാവില്ലല്ലോ. സങ്കടപ്പെടാനല്ലേ പറ്റൂ. എന്നിരുന്നാലും MT വാസുദേവൻ നായർ നമ്മളെ മാടി വിളിക്കുന്നു. പബ്ലിക് ലൈബ്രറികളിൽ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ എടുത്ത് നമുക്ക് അദ്ദേഹത്തെ ഓർക്കാം. അദ്ദേഹം തരുന്ന ഓരോ സന്തോഷവും ദുഃഖവും നമുക്ക് അനുഭവിക്കാം. ഇത്രയും പ്രശസ്തനായ ഒരു നോവലിസ്റ്റ് നമുക്ക് നഷ്ടപ്പെട്ടതിൽ ദുഃഖിക്കാം. രാഷ്ട്രീയക്കാരിൽ ഉമ്മൻചാണ്ടി മരിച്ചു. കോൺഗ്രസ്സുകാർക്കാണ് ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ടാവുക. ഒരു ഭരണാധികാരി അവരിൽ നിന്ന് പോയല്ലോ. രാഷ്ട്രീയം എൻ്റെ ഒരു ഫീൽഡല്ല. എന്നാലും അടുത്തൊരു പ്രശസ്തനായ മൻമോഹൻ സിംഗും മരിച്ചു. അദ്ദേഹത്തെയും ഓർമ്മിക്കാതെ പോരാൻ പറ്റില്ലല്ലോ. ഇന്ത്യയെ 10 കൊല്ലം പ്രധാനമന്ത്രിയായിരുന്നു. എന്നാലും അദ്ദേഹത്തിൻ്റെ പ്രശസ്തി 5 കൊല്ലം ധനകാര്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലെ ഇന്ത്യയുടെ പുരോഗതിയാണ്. ഇന്ത്യയെ തകർച്ചയിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ആ ധനകാര്യമന്ത്രിയെ നമുക്ക് മറക്കാനാവില്ല. പ്രധാനമന്ത്രിയുമായി അദ്ദേഹം ശോഭിച്ചില്ലെങ്കിലും ധനകാര്യമന്ത്രിയായി ശോഭിച്ചത് നമ്മൾ ഓർമ്മയിലുണ്ടാവണം. അദ്ദേഹത്തിൻ്റെ മരണത്തിലും നമുക്ക് ദുഃഖിക്കാം. ഇനി എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായ നേട്ടം, ഞാൻ അയോധ്യ കണ്ടു. അതെ, അയോധ്യ അമ്പലത്തിൽ പോയിരുന്നു. അമ്പലത്തിൽ പോകുന്ന വഴി ഉത്തർപ്രദേശിൻ്റെ തലസ്ഥാനം ലക്നോയിലെ ആദ്യത്തെ ശിപായി ലഹള, സ്വാതന്ത്ര്യ സമരം, അതും കണ്ടു. അത് നമ്മളെ ദുഃഖിപ്പിക്കുമെങ്കിലും ആ സ്വാതന്ത്ര്യ സമരത്തിലെ സേനാനികൾ നമ്മൾക്ക് ആരും അറിയില്ലെങ്കിലും അവരെ ഓർത്ത് ഈ 2024 ഞാൻ മനസ്സിൽ അവരോട് എൻ്റെ
കൈകൂപ്പി സന്തോഷം രേഖപ്പെടുത്തി. അവർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് സ്വന്തം ജീവിതം കളഞ്ഞതിൽ അവരുടെ രക്തസാക്ഷിത്വത്തിൽ ഞാൻ എൻ്റെ മനസ്സ് അർപ്പിക്കുന്നു. രണ്ടാമത് ലക്നൗവിൽ നിന്ന് ഞാൻ പോയത് അയോധ്യയിലാണ്. അയോധ്യയിലെ അമ്പലം കണ്ട് ആ വൈബും കണ്ട് ഞാൻ അവിടെ നിന്ന് വാരണാസിയിൽ പോയി. വാരണാസിയിലെ കാഴ്ചയും വളരെ സുന്ദരം. ആ പുരാതന നഗരം കണ്ട് ആ പുരാതന നഗരത്തിൽ വരുന്ന സാധാരണക്കാർ മനുഷ്യരുടെ കൂടെ 2 ദിവസം താമസിച്ച് സാരനാഥിലും പോയി. സാരനാഥിൽ ശ്രീബുദ്ധൻ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. അതെ, ഭാരതത്തിൻ്റെ 2 മഹാത്മാക്കൾ, ഒന്ന് ശ്രീബുദ്ധൻ, രണ്ടാമത് നമ്മുടെ മഹാത്മാഗാന്ധി. അവരെ ഇന്ത്യ ഒരിക്കലും മറക്കരുത്. അവരായിരിക്കണം ഇന്ത്യയുടെ വെളിച്ചം. ഞാൻ വാരണാസിയിൽ നിന്ന് പാറ്റ്നയിൽ വന്നു. പാറ്റ്ന മഹാത്മാഗാന്ധി പല പ്രാവശ്യം സ്വാതന്ത്ര്യ സമരത്തിന് പങ്കെടുക്കാൻ വന്നിട്ടുള്ള പട്ടണമാണ്. ആദ്യത്തെ സത്യാഗ്രഹം നടന്നത് ഈ പാറ്റ്നക്കടുത്താണ്. നമ്മുടെ പുതിയ കൃഷിക്കാർക്ക് എതിരെ അന്നത്തെ ബ്രിട്ടീഷ് സർക്കാർ വളരെയധികം നികുതി ചുമത്തിയപ്പോൾ അതിനെതിരെ ആദ്യത്തെ സത്യാഗ്രഹം നടത്തിയത് ഈ പാറ്റ്നയിലാണ്. ആ പാറ്റ്നയും കണ്ടു. വളരെയധികം രസമല്ല പാറ്റ്ന, വൃത്തിയുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും. എന്നാലും പാറ്റ്നയിലും കാണാനുണ്ട്. ശ്രീബുദ്ധൻ്റെ സ്ഥലവും കൂടിയാണ് പാറ്റ്ന. അതുകൊണ്ട് നമ്മൾ ഭാരതീയർ ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ പോയി കാണണമെന്നാണ് എൻ്റെ അഭിപ്രായം. കഴിഞ്ഞ വർഷം ജീവിതത്തിൽ ഞാനൊരു തീരുമാനം എടുത്തിരുന്നു. എൻ്റെ തലമുടി വെട്ടുന്നത് ഓരോ സംസ്ഥാനങ്ങളിൽ പിന്നെ പോകില്ല. നേപ്പാളിൽ ലുംബിനിയിലാണ് എൻ്റെ ആദ്യത്തെ തലമുടി വെട്ട്. അതും പറ്റേ വെട്ടും. രണ്ടാമത് ഞാൻ വെട്ടിയത് പോണ്ടിച്ചേരിയിലാണ്. മൂന്നാമത് മംഗലാപുരം കർണാടകത്തിൽ. നാലാമത് ഞാൻ പോയത് തമിഴ്നാടിൻ്റെ കന്യാകുമാരിയിൽ. മുടി വെട്ടാൻ വേണ്ടി മാത്രമാണ് മംഗലാപുരത്തും കന്യാകുമാരിയിലും പോയത്. രാവിലെ അവിടെ ചെന്നിറങ്ങുക, അവിടെ കാണുക, രാത്രി മുടിയും കെട്ടി ട്രെയിനിൽ കയറി ഉറങ്ങി വീട്ടിലെത്തുക. അത് മംഗലാപുരത്തും കന്യാകുമാരിയിലും അങ്ങനെയാണ് ചെയ്തത്. അത് ഇനിയും തുടരും. അവസാനം വെട്ടിയതാണ് അയോധ്യയിൽ, അത് ഉത്തർപ്രദേശ്. ഇനി എത്രയോ സംസ്ഥാനങ്ങൾ, എല്ലാ സംസ്ഥാനങ്ങളിലും പോയി മുടി വെട്ടും. അതൊരു വാശിയായിട്ട് എടുത്തിരിക്കുകയാണ്. ജീവിതത്തിൽ എത്ര കാലം യാത്ര ചെയ്യാൻ കഴിയുമോ ആവോ. യാത്ര ചെയ്യാൻ കഴിയുന്ന കാലത്തോളം ഞാൻ എൻ്റെ ഈ തീരുമാനത്തിൽ നിന്ന് മാറില്ല. നമ്മൾ എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ തീരുമാനം എടുക്കണം, അത് നടപ്പിലാക്കുകയും വേണം. എന്നാലേ നമ്മുടെ ഒരു മനസ്സിന് ശാന്തിയും സമാധാനവും കിട്ടുകയുള്ളൂ. അല്ലാതെ പുരോഹിതന്മാരുടെ പുറകെ നടന്ന് കുറേ പ്രാർത്ഥനകളും ചൊല്ലി നടന്നതുകൊണ്ട് നമുക്ക് ശാന്തി കിട്ടില്ല, സമാധാനവും കിട്ടില്ല, ഐശ്വര്യവും കിട്ടില്ല. നമുക്ക് വേണ്ടത് അനുഭവമാണ്. അനുഭവം കിട്ടാൻ വേണ്ടി യാത്രകൾ തന്നെ ചെയ്യണം. പണ്ടത്തെ സന്യാസികളെല്ലാം നടന്ന് യാത്രകൾ ചെയ്താണ് അവർ ഗുരുക്കന്മാരായത്. നമ്മുടെ ഇന്ത്യയിൽ വന്ന യാത്രക്കാരെയും നമ്മൾ സ്വാഗതം ചെയ്തില്ലേ? അന്നത്തെ ജനങ്ങളെ ആരും അറിയില്ലെങ്കിലും ഇന്ത്യയിൽ വന്ന് യാത്ര ചെയ്ത് വന്ന് ഇവിടെ നിന്ന് പോയ ആ യാത്രക്കാരെ ചരിത്രം ഇന്ന് ഓർമ്മിക്കുന്നില്ലേ? നമ്മൾ പഠിക്കുന്നില്ലേ? അത് തന്നെ നമ്മളും തുടരണം. 2025 ഞാൻ യാത്ര ദിനമായി ആചരിക്കുന്നു. എൻ്റെ കാഴ്ചപ്പാട് യാത്രകളായിരിക്കും 2025. ഏത് കുഗ്രാമമായാലും എവിടെയായാലും ഞാൻ പോയിരിക്കും. ആഴ്ചയിൽ 3 ദിവസമെങ്കിലും പോകും. ദൂരയാത്രയ്ക്ക് പോകേണ്ടി വരുമ്പോൾ മാത്രം ഹോട്ടലുകൾ എടുക്കും. ഇല്ലാത്ത സമയങ്ങളിൽ പോയി തിരിച്ചു വരും. അതിനുള്ള സൗകര്യമുള്ള സ്ഥലങ്ങൾ നമ്മുടെ റെയിൽവേ തരുന്നുണ്ട്. റെയിൽവേയിൽ രാത്രി കിടന്ന് രാവിലെ അവിടെ ചെന്നിറങ്ങി അവിടുന്ന് രാത്രി വീണ്ടും ട്രെയിനിൽ കയറി ഇങ്ങോട്ട് തിരിച്ചു പോരാം. എത്രയോ സ്ഥലങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് പോയി വരാൻ നമ്മുടെ ലിസ്റ്റിലുണ്ട്, ഇന്ത്യയിലുണ്ട്.
ഇതെല്ലാം കണ്ടതിന് ശേഷം പോരെ ഇൻ്റർനാഷണൽ യാത്ര? നമ്മുടെ ഇന്ത്യയിൽ എവിടെ പോയാലും നമ്മളെ സന്തോഷത്തോടുകൂടെ നമ്മളൊരു രാജാവിനെ പോലെ അവിടുത്തെ ജനങ്ങൾ കാണും. അവർ നമ്മൾക്ക് എല്ലാ സൗകര്യങ്ങളും തരും. ഈ 2025 യാത്രകളിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ വീഡിയോകളെല്ലാം കാണണം. നിങ്ങൾ കണ്ട് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്താലേ എനിക്ക് യൂട്യൂബിൽ വിജയിക്കാനാവും. യൂട്യൂബിൽ വിജയിച്ചാൽ ചെറിയൊരു വരുമാനം കിട്ടും. ആ വരുമാനം ഞാൻ യാത്രകൾക്ക് വേണ്ടി തന്നെ വിനിയോഗിക്കും. യാത്രയാണ് എൻ്റെ ലക്ഷ്യം, മരണം വരെ. എവിടെയോ കിടന്ന് മരിക്കും. എവിടെ കിടന്ന് മരിച്ചാലും മരണം മരണം തന്നെയല്ലേ. ആ മരണത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ യാത്രകൾ തുടരും. ആദ്യത്തെ യാത്ര ജാനുവരി 1-ാം തീയതി തൊട്ടടുത്തുള്ള ബീച്ചിലേക്കാണ്. ഈ ബീച്ചിലിരുന്നുകൊണ്ടാണ് ഞാൻ ഈ എൻ്റെ ഓർമ്മകൾ എൻ്റെ മനസ്സിൽ രേഖപ്പെടുത്തിയത്. ആ സൂര്യൻ്റെ അസ്തമയം കണ്ടോ? സൂര്യനും യാത്ര പറഞ്ഞു പോകുന്നു. ഡിസംബർ 31-ന് പോകുന്ന സൂര്യൻ ജാനുവരി 1-ാം തീയതി വരും നമ്മളെ ഉണർത്താൻ. സൂര്യനെ പോലെ ആയിരിക്കണം നമ്മൾ എന്നും യാത്രകൾ. അവൻ ഭൂലോകം മുഴുവൻ കറങ്ങിയാണ് നടക്കുന്നത്. അത് നമുക്ക് സാധിച്ചില്ലെങ്കിലും കുറേ സ്ഥലങ്ങളെങ്കിലും നമ്മൾ പോകണം. എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും പുതുവർഷ ദിനങ്ങൾ പറയുന്നു.